നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവരാണ് ദർശന ഒരിക്കലും അമ്മ ആവില്ലെന്ന് പറഞ്ഞത്. ഇവരെ കാണാൻ ഒരിക്കൽ ഞാനും കൂടി പോയതാ. അന്നും എന്നെ ഒരുമാതിരി മാറ്റി നിർത്തിയായിരുന്നു ഇവരുടെ സംസാരം ചികിത്സയൊക്കെ. സാധാരണ ഇത്തരം കാര്യങ്ങൾ ഒരു നല്ല ഡോക്ടർ ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് വിളിച്ച് നിർത്തിയല്ലേ പറയാറുള്ളത്. ഇതവർ ഒരുമാതിരി പറഞ്ഞത് ഉറപ്പിക്കാൻ ഞാൻ ഇവിടുത്തെ വഴക്കിന് ശേഷവും അവരെ പോയി കണ്ടിരുന്നു. എന്നാലും ദർശന എന്തിനായിരിക്കും ഡോക്ടറിനെ ചടങ്ങിന് വിളിച്ചത്? അത് പിന്നെ ഒന്നും അവളുടെ കുഴപ്പമല്ല, രൂപേഷിന്റെ ഭാഗത്ത് ആ പ്രശ്നമൊന്ന് ഏട്ടത്തിയോട് പറയാനായിരിക്കും. അത് പറഞ്ഞാ പോരല്ലോ, തെളിവ് വേണ്ടേ? ഞാൻ വെറുതെ പറഞ്ഞത് ഇറക്കി വിട്ടോന്നും അല്ല. പവിത്രൻ അങ്കിള് പറഞ്ഞിട്ട് ദർശനയുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഞാൻ അങ്കിളിന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിന് അയച്ചു കൊടുത്തിരുന്നു. ആ ഡോക്ടറാ എന്നോട് വോയിസ് ഇട്ട് പറഞ്ഞത്. അതെന്റെ കയ്യിലുണ്ട്, അനി കേൾക്കണോ? ഇപ്പൊ വേണ്ട. നീ ഈ ഡോക്ടർ പേരെന്താന്നാ പറഞ്ഞേ? അത് ജെസ്സിന്നോ ജിസിന്നോ അങ്ങനെ എന്തുവാ. ദർശനയുടെ ഹസ്ബൻഡ് അല്ലേ പ്രഗ്നന്റ് ആവില്ല എന്ന് പറഞ്ഞ് ദർശനെ തല്ലിന്നൊക്കെ പറഞ്ഞത്? ദർശനയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നും എന്റെ മോളെ വെച്ച് ഒരു ദുഷ്ടൻ എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെന്നും അയാളോട് തുറന്നു പറഞ്ഞാലോ? കൂടെ നിൽക്കുന്ന ആള് പോട്ടെ, എന്നിട്ട് പറയാം. നിനക്കൊക്കെ വേണ്ടി അടുക്കളയിൽ കിടന്ന് പുക കൊള്ളുന്നത് പുച്ഛമായിരിക്കും അല്ലേ? ശരിയാ, മരണം വരെ ഞാൻ എന്റെ ഏട്ടത്തിക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കും എന്നുവെച്ച് ഞാനൊരു പാപ്പനാണെന്ന് നിനക്കൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറയാനാ ഞാനിപ്പോ വന്നത്. നിന്റെ ഭർത്താവ് എതിയേക്കാളും ഇപ്പോഴും എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, സമ്പാദ്യമുണ്ട്. നിനക്കറിയില്ലെങ്കിലും അത് അവനറിയാം. പിന്നെ നീ ഇപ്പൊ ചോദിച്ച സ്ത്രീധനം നീ മനസ്സിൽ മോഹിച്ചതിനപ്പുറം എന്റെ മൂക്ക് നൽകാൻ എനിക്ക് കഴിയും. വെറുതെ വാചകം അടിക്കാൻ ആർക്കും പറ്റും. വാചക കസർത്തല്ല, നീ ഉദ്ദേശിച്ച സ്ത്രീധനം എന്താ? ഒരു 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് തന്നാ മതിയോ? പിന്നൊരു കാറ്, ഏത് കാറ് വേണമെന്ന് നീയും നിന്റെ മോനും കൂടി ആലോചിച്ച് തീരുമാനിച്ചാ മതി. എന്തും തരാൻ ഞാൻ റെഡി. എന്താ നിന്റെ ഡിമാൻഡ്? നീ പറഞ്ഞാ മതി. നിഖിലിന് പുതിയ ബിസിനസ് തുടങ്ങാൻ ഒരു 10 ലക്ഷം രൂപ, പിന്നൊരു ലക്ഷറി കാറ്, അതിന് ഏകദേശം ഒരു 20 ലക്ഷം രൂപ വില വരും. അത്രേ ഉള്ളോ? 20, 10, 30. ഞാനൊരു 50 ലക്ഷം രൂപ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച പ്രശ്നം തീരുമല്ലോ. അത് മതി. പിന്നെ അത് പോരായിരുന്നു എന്ന് പരാതി പറയരുത്. ഇതെല്ലാം ഞാൻ തരാം, പക്ഷേ നീ പറഞ്ഞ പോരാ. എതി എന്റെ മുഖത്ത് നോക്കി ഈ ഡിമാൻഡ് ഒക്കെ പറയണം. എന്താടാ നീ പറയുന്നില്ലേ? അവൻ പറയില്ല, അവന് പറയാൻ പറ്റില്ല. എടാ എതി, ക്ഷേത്രത്തിനപ്പുറം കിടന്ന എന്റെ 53 സെന്റ് വസ്തു, നിനക്ക് ബിസിനസ് തുടങ്ങാൻ എന്നോട് വാങ്ങിച്ച വസ്തു, അതിന്റെ ഇപ്പോഴത്തെ വില നിലവാരം എത്ര തുക വരുമെന്നറിയോ? മിനിമം കണക്കൂട്ടി പറഞ്ഞാ മതി. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച എന്റെ 53 സെന്റ്, ആ സ്ഥലത്താ നിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സും നിന്റെ പുതിയ ഫിനാൻസും തുടങ്ങുന്നത്. അതിന്റെ പണി ഏതുവരെ ആയി? ചേച്ചി, ഞാനിവളോട് സ്ത്രീധനം ചോദിക്കുമെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞതാ പ്രശ്നമാകുമെന്ന്. രഞ്ജിനി, നീ ഇവിടെ വന്നു കയറിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഉടുത്തു മാറാൻ തുണി പോലും ഇല്ലായിരുന്നു. അന്ന് രാത്രി അടച്ച കട തുറപ്പിച്ച് നിനക്ക് വേണ്ടി എല്ലാം വാങ്ങിയത് ഞാനാ. ഇവനത് നിഷേധിക്കട്ടെ.
അതൊക്കെ കഴിഞ്ഞ കാര്യം, നമുക്ക് മറക്കാം. നിന്റെ ഭാര്യ പറഞ്ഞതുപോലെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. നിന്റെ മകൻ എന്താ വേണ്ടത് അത് ഞാൻ തരാം. പക്ഷെ നീ പറയണം. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാനങ്ങനെ കണക്ക് പറയുന്നു? ഇവള് സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വിലക്കിയതാ. ഇവൾക്ക് പഴയതൊന്നും അറിയത്തില്ല. ഇവൾ എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞെങ്കിൽ ചേച്ചി അത് മനസ്സിൽ വെക്കരുത്. നിന്റെയോ നിന്റെ പെണ്ണും പിള്ളയുടെയോ ഒരു ഔദാര്യവും എനിക്ക് വേണ്ട. എന്റെ മോളെ കെട്ടുന്നവന് അത്യാവശ്യം കൊടുക്കാനുള്ളത് എന്റെ കയ്യിലുണ്ട്. ഏട്ടൻ എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഏത് കാറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കാറ്. പക്ഷെ ആര് കണ്ടാലും മോശം പറയരുത്. എടി, പിന്നെ അവന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ഒരു 10 ലക്ഷം രൂപയും കൂടി. നിങ്ങൾക്കത് ഗീതമ്മ തന്നെ തരണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ യതി? എടുത്തി. ഞാൻ തന്നാലും പോരെ? ഒരു നിർബന്ധമില്ല, ആര് തന്നാലും മതി. രഞ്ജിനെ വിഷമിക്കണ്ട. ഒന്നുകിൽ ഞാൻ അവനൊരു ജോലി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാശ് കൊടുക്കാം. ഏതാ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. എടുത്തി, എതിക്കും നെഞ്ചിനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ കൊടുത്തോളാം. എന്റെ കയ്യിലുണ്ട്. രഞ്ജിനി, കഴിഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്തതും പറയാത്തതും നിന്റെ തെറ്റല്ല, യതിയുടെ തെറ്റാ. നീ എല്ലാം പറയണമായിരുന്നു. വിശ്വേട്ടൻ ഗീതമ്മയ്ക്ക് വേണ്ടി എല്ലാം എഴുതി വെച്ചിട്ടാ ഈ ലോകം വിട്ടുപോയത്. അത്രയ്ക്ക് സ്വന്തം സഹോദരിയെ സ്നേഹിച്ച ആളാ വിശ്വേട്ടൻ. യതിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നോ അവനെ നോക്കണമെന്നോ എന്നോട് വിശ്വേട്ടൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഞാൻ അവനെ സ്വന്തം സഹോദരനായി കണ്ട ഇതുവരെ നോക്കിയത്. അത് യതിക്കറിയാലോ. പിന്നെ രഞ്ജിനി ഒന്നും അറിയാതെ സ്ത്രീധനം ചോദിച്ച് ഗീതമ്മയെ ബുദ്ധിമുട്ടിച്ചാൽ തൽക്കാലം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ അച്ഛനും അമ്മയും മോനും കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ട് എന്നോട് പറ. അതെന്തായാലും ഞാൻ ഓക്കെയാ. ഞാനല്ല, ഗീതമ്മയ്ക്ക് വേണ്ടി, ഗീതമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ച വിശ്വേട്ടന് വേണ്ടി, മരണം വരെ ഗീതമ്മയ്ക്ക് വേണ്ടി ഞാനുണ്ടാകും. ഞാൻ ഒപ്പം ഉണ്ടാകും. ആലോചിച്ചിട്ട് പറ.